ഒരുപാട് കുട്ടികൾ സ്ഥിരമായിട്ട് വരാറുണ്ട് സ്കൂളില്. ടീച്ചേഴ്സ് പറഞ്ഞിട്ടും കുട്ടി ബോർഡ് കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരുപാട് പേര് ഇങ്ങനെ വരാറുണ്ട്. മെയിൻലി ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സ്കൂൾ സ്ക്രീനിങ് പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേർക്ക് റിഫ്രാക്റ്റീവ് എറർ ഉണ്ട്, മയോപ്പിയ. റിഫ്രാക്റ്റീവ് എറർ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ രണ്ട് തരത്തിലാണുള്ളത്. അപ്പൊ എത്ര പേർക്ക് ഈ അസുഖം ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. മോസ്റ്റ്ലി കുറെ പേരുടെയൊക്കെ അൺകറക്റ്റഡ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് എറർ ആയിരിക്കും കുട്ടികളിൽ നമ്മൾ കാണുന്നത്. വളരെ ചുരുക്കം പേര് അത് ശ്രദ്ധിച്ചിട്ട് അവര് ഹോസ്പിറ്റലിൽ വരികയും പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എന്തെങ്കിലും ബ്ലഡ് ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവുന്നതേ ഉള്ളൂ. അപ്പം എത്രയും പെട്ടെന്ന് ഇപ്പം കണ്ണിന് അങ്ങനെ വലിയ കാഴ്ചക്കുറവ് തോന്നുന്നില്ലെങ്കിൽ കൂടെ ഒരു 10 വയസ്സ് 12 വയസ്സ് ഉള്ള കുട്ടികളിൽ ഒരു സ്ക്രീനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ യങ്ങർ ആയിട്ടുള്ള കുട്ടികൾ ഒരു സ്ക്രീനിങ് പ്രോഗ്രാമിലൂടെ ഈ റിഫ്രാക്റ്റീവ് എറർ കണ്ടുപിടിച്ച് ഹോസ്പിറ്റലിൽ വന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്.